പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഈ 4 ഹർഫുകൾ പരിചയപ്പെട്ടാലോ? അതായത് ഏതൊരു കാര്യം സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ അവസാനത്തിൽ വരുന്ന, ഇപ്പോൾ നമ്മൾ അറബിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും മുബ്തദ ഖബർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. തുടങ്ങുന്നതിന് മുബ്തദ എന്ന് പറയും, അവസാനിക്കുന്നതിന് ഖബർ എന്ന് പറയും. അറബി നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ തർക്കീബൊക്കെ വെക്കാറുണ്ടല്ലോ, തർക്കീബും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഉറുദുവിൽ അവസാനിക്കുമ്പോൾ ഈ കാണുന്ന 4 ഹർഫുകളെ കൊണ്ടാണ് അവസാനിപ്പിക്കുക. അഥവാ ആകുന്നു, ആണ് എന്നൊക്കെ അർത്ഥം വരും. ആകുന്നു, ആണ് എന്നൊക്കെ അർത്ഥം വരും. ഒന്ന് ഇതിനെ പരിചയപ്പെട്ടെങ്കിൽ നന്നായിരിക്കുമല്ലോ. അപ്പോൾ ഹെ, ഹേ, ഓഹോ, ഉഹും, ഹേ, ഹേ, ഹോ, ഉഹും. ഈ 4 കാര്യങ്ങൾ ഇത് ഏതിൻ്റെ കൂടെയാണ് വരിക, എപ്പോഴാണ് വരിക എന്നുള്ളതല്ലേ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അത് ഇൻഷാ അല്ലാഹ് അത് അടുത്ത പാഠത്തിൽ അതിൻ്റെ വിശദീകരണമുണ്ടാകും, ഇതിൻ്റെ ഉദാഹരണങ്ങളും ഉണ്ടാകും ഇൻഷാ അല്ലാഹു തആല. അപ്പോൾ ഏതൊരു സെൻറ്റൻസിൻ്റെയും ഏതൊരു കാര്യത്തിൻ്റെയും സംസാരിക്കുമ്പോഴാവട്ടെ എഴുതുമ്പോഴാവട്ടെ അവസാനത്തിൽ വരുന്ന അക്ഷരങ്ങളാണ്, ഉറുദുവിൽ വരുന്ന അക്ഷരങ്ങളാണ് ഇൻഷാ അല്ലാഹ്. ആണ്, ആകുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം വരിക. കാര്യങ്ങൾ മനസ്സിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്.